ICF നടത്തിയ നിയമ പോരാട്ടമാണ് വനിതകൾക്ക് തുണയായത്. ആദ്യഘട്ടത്തിൽ 2 വനിതകൾ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് മടങ്ങി. ത്വായിഫിലെ വാദി മുഹമ്മീഖാത്തിൽ ജോലിക്കെത്തിയ 6 മലയാളി സ്ത്രീകളാണ് കഴിഞ്ഞ 2 വർഷമായി ദുരിതത്തിലായത്. താമസരേഖയായ ഇഖാമ പുതുക്കി നൽകാനോ മാസങ്ങളോളം ശമ്പളം നൽകാനോ കമ്പനി തയ്യാറായില്ല. ഇതിനിടെ നീതിക്കായി ശബ്ദമുയർത്തിയ മലപ്പുറം സ്വദേശിനി സൗജത്തിനെ സൂപ്പർവൈസർ ക്രൂരമായി മർദ്ദിച്ചതോടെയാണ് കാര്യങ്ങൾ വഷളായത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി. തുടർന്ന് ICF പ്രവർത്തകർ നിയമസഹായവുമായി രംഗത്തെത്തി. ലേബർ ഓഫീസ് മുതൽ പ്രോസിക്യൂഷൻ വരെ നീണ്ട നിരന്തരമായ ഇടപെടൽ വഴി ശമ്പള കുടിശ്ശികയും നാട്ടിലേക്കുള്ള ടിക്കറ്റും കമ്പനി നൽകി. മർദ്ദനമേറ്റ സൗജത്തിന് മികച്ച ചികിത്സ ഉറപ്പാക്കിയ ICF പ്രവർത്തകർ അക്രമിയായ സൂപ്പർവൈസറെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും ചെയ്തു. സാലറി ഇല്ലാതെ റൂമിൽ കയറിയിരുന്നു. പിന്നെ മുൻജീസ് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെന്താ ജോലിക്ക് ഇറങ്ങാത്തെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു സാലറി ഇല്ലാതെ ഞങ്ങൾ ഇറങ്ങത്തില്ല, സാലറി തരാൻ പറ്റത്തില്ല, ഞങ്ങൾ ഇറങ്ങിയേ പറ്റത്തുള്ളൂ, ഞങ്ങളെ പോലീസിനെ കൊണ്ട് പഠിപ്പിക്കുന്നു. വന്നതിന് ശേഷം ഞങ്ങൾക്ക് ആദ്യം തൊട്ടേ ഞങ്ങൾക്ക് സാലറിയുടെ കാര്യം വലിയ പ്രശ്നമായിരുന്നു. 1 മാസം സാലറി 1 മാസം 2 മാസമായാലും ഞങ്ങൾക്ക് സാലറി കിട്ടാറില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഏജൻസികളെ അവരെല്ലാം വിളിച്ച് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ പല വഴി നോക്കിയാകുമ്പോൾ ഞങ്ങൾക്ക് 1 മാസം സാലറി തരും. അതിനുശേഷം പിന്നെയും 3 മാസം 4 മാസം സാലറി പെൻഡിങ് വരും. വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളവരും പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് മടങ്ങും. നിയമ നടപടികൾ പൂർത്തിയാക്കി കോട്ടയം സ്വദേശിനി സൗമി യൂസഫും കോഴിക്കോട് സ്വദേശിനി ഖൈറുന്നീസയുമാണ് ആദ്യഘട്ടത്തിൽ നാട്ടിലെത്തിയത്. മറ്റ് 4 പേരെ കൂടി ഉടൻ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഞങ്ങളില്ലാതെ ഞങ്ങൾ എന്തായി തീരുന്നു പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പം അൽഹംദുലില്ലാ ഞങ്ങൾ 2 പേർക്ക് എക്സിറ്റ് ആയി. ബാക്കി ഞങ്ങൾ 4 പേരും കൂടെ ബാക്കിയുണ്ട്. അവരും ഉടനെ തന്നെ ഞങ്ങളെല്ലാരും നാട്ടിൽ പോകാനെല്ലാം അവർ കൂടെ നിന്ന് ഇന്ന് വരെ ഇപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. കോട്ടയം, കോഴിക്കോട്, ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ളവരാണ് ഈ സ്ത്രീകൾ. നിയമ നടപടികൾക്ക് ഉറച്ച പിന്തുണ നൽകിയ സൗദിയിലെ ക്രിമിനൽ കോടതി, ലേബർ ഓഫീസ്, പാസ്പോർട്ട് ഓഫീസ്, പ്രോസിക്യൂഷൻ, ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവയ്ക്ക് ICF നന്ദി പറഞ്ഞു. RM ത്വൽഹത്ത്, കബീർ മുസ്ലിയാർ, സലാമേലാട്, ജമാൽ മുക്കം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം തന്നെ ഈ ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. 24 ഉസ്താദിന്റെ കർമ്മധീരരായ പ്രവർത്തകർ അവിടെ എല്ലാ കാര്യത്തിലും വേണ്ട രൂപത്തിൽ പ്രവർത്തിക്കുകയും അതിൽ അകപ്പെട്ടിരുന്ന ആ ബുദ്ധിമുട്ടിലുണ്ടായിരുന്ന 6 പേരെയും ആ കമ്പനിയിൽ നിന്ന് മോചിപ്പിക്കുകയും 2 പേര് നാട്ടിലെത്തുകയും ബാക്കിയുള്ള ആളുകൾ ഉടൻ തന്നെ നാട്ടിലേക്ക് വരികയും ചെയ്യും എന്നുള്ള ആ ഒരു നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ അവിടെ ശാരീരികമായി മർദ്ദിക്കപ്പെട്ട ആ സ്ത്രീക്ക് നല്ല ഉയർന്ന ചികിത്സ നൽകുകയും ആ അക്രമിയായ ആ സൂപ്പർവൈസറെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു.